നമസ്കാരം. ഇന്ന് സംസ്ഥാനത്ത് 14 ജില്ലകളിലും നേരിയതോ ഇടത്തരം മഴയോ ഉള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പ് ഒരിടത്തും നൽകിയിട്ടില്ല. എന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. 14-ാം തീയതി വരെ തെക്കൻ തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം, ഗൾഫ് ഓഫ് മന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഈ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ഒക്ടോബർ മുതൽ ജനുവരി വരെ നീളുന്ന വടക്ക് കിഴക്കൻ വർഷകാലം അവസാനിച്ചപ്പോൾ സംസ്ഥാനത്തിനകത്ത് ഏറ്റവും കുറവ് മഴ ലഭിച്ച ജില്ലയായി മലപ്പുറം മാറി. തുലാമാസം എന്നും അറിയപ്പെടുന്ന ഇക്കാലയളവിൽ ജില്ലയിൽ സാധാരണ ലഭിക്കുന്നത് 459.8 മില്ലിമീറ്റർ മഴയാണ്. എന്നാൽ ഇത്തവണ ലഭിച്ചതാകട്ടെ 306.5 മില്ലിമീറ്റർ മഴയാണ്. മഴക്കുറവ് 33%. സംസ്ഥാനത്താകെ ഇക്കണക്കെടുത്താൽ മഴക്കുറവ് 21%. ഇനി വേനൽ മഴയിലാണ് ജില്ലയുടെ പ്രതീക്ഷ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മഴക്കാലത്തും ഇത്തവണ ജില്ലയിൽ വലിയ മഴക്കുറവ് അനുഭവപ്പെട്ടിരുന്നു. തുലാമാസം കൂടി ചതിച്ചതോടെ അടുത്ത വേനലിൽ ജില്ല ശുദ്ധജലക്ഷാമം നേരിടുമോ എന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മഴക്കാലത്ത് ജില്ലയിൽ സാധാരണ ലഭിക്കേണ്ടത് 1956 മില്ലിമീറ്റർ മഴയാണ്. ഇത്തവണ ലഭിച്ചതാകട്ടെ 1420 മില്ലിമീറ്റർ മഴ. മഴക്കുറവിന്റെ ശതമാനം 27. തെക്ക് പടിഞ്ഞാറൻ മഴക്കാലത്ത് വയനാട് 36, ഇടുക്കി 35. ജില്ലകൾക്ക് പിന്നിൽ മഴക്കുറവിൽ 3-ാം സ്ഥാനത്താണ് മലപ്പുറം. സംസ്ഥാനത്ത് ആകെ മഴക്കുറവ് 13% മാത്രമായിരിക്കെയാണ് ജില്ലയിൽ ഇതിന്റെ ഇരട്ടിയിലേറെ മഴക്കുറവ് രേഖപ്പെടുത്തിയത്. ലഭിക്കേണ്ട മഴയുടെ 80% വരെ ലഭിച്ചാൽ അത് സാധാരണ മഴക്കാലമായാണ് രേഖപ്പെടുത്തുക. മഴക്കുറവ് 20% മുകളിലാണെങ്കിലാണ് മഴ കമ്മിയായാണ് കണക്കാക്കുന്നത്. ഇതുപ്രകാരം കാസർഗോഡ് ഒഴികെയുള്ള വടക്കൻ ജില്ലകളിലെല്ലാം ഇത്തവണ തുലാവർഷത്തിൽ മഴ കുറവാണ്. കൊല്ലവും ഇടുക്കിയും ഒഴികെയുള്ള തെക്കൻ ജില്ലകളിൽ സാധാരണ രീതിയിൽ മഴ ലഭിക്കുകയും ചെയ്തു. കേരളത്തിൽ ലഭിക്കേണ്ട മഴയുടെ 60 മുതൽ 70% വരെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിലും 20% വരെ വടക്ക് കിഴക്കൻ കാലവർഷത്തിലുമാണ് ലഭിക്കുന്നത്. ഇന്നും നാളെയും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഇതിന് കാരണം. ന്യൂനമർദ്ദം ദുർബലമായിട്ടുണ്ടെങ്കിലും പലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇത്തവണ സംസ്ഥാനത്ത് വേനൽ മഴ കൂടുതൽ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ നിലവിലെ നിഗമനം. ജനുവരി പകുതിയോടടുത്തിട്ടും വിട്ടുമാറാത്ത തണുപ്പുള്ള പ്രധാന കാരണം ലാനിന പ്രതിഭാസമാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. പസഫിക് സമുദ്രത്തിലെ ജലം തണുക്കുന്ന അവസ്ഥയാണ് ലാനിന. ഇത് സംഭവിക്കുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തണുപ്പ് കൂടും. മഴ ലഭിക്കുമ്പോൾ തണുപ്പ് കുറയുമെങ്കിലും ജനുവരി അവസാനം വരെയെങ്കിലും രാത്രി തണുത്ത കാലാവസ്ഥ നിലനിൽക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നു.